മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള അവിടെ ടൗൺഷിപ്പിനായുള്ള കല്ലിടൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. അവരുടെ സന്തോഷമൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. സുർജിത്ത് അയ്യപ്പത്തും സമീർ സി മുഹമ്മദുമാണ് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുക. സമീറിലേക്ക് ആദ്യം. സമീർ, മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു അല്ലേ? സ്മിത, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ, മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തുടങ്ങി പ്രമുഖരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം, അതായത് തറക്കല്ലിടൽ ചടങ്ങ് നടക്കും. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചീഫ് സെക്രട്ടറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു ദുരന്തമാണ് വയനാടിനെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. 402 വീടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളാണ് ഉള്ളത്. അത് മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ നിർവഹിക്കും. വലിയൊരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 7 മാസമായിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായ പ്രവർത്തനങ്ങളും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട സമരസമിതിയുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ജനകീയ സമിതിയുടെ ഭാഗത്തുനിന്നൊക്കെ അത്തരം ആക്ഷേപങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അത് സർക്കാർ അതിൻ്റെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ഇടപെടുകയും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു. അവിടെയാണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത്. 402 വീടിലെ ആദ്യ വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. ഒപ്പം തന്നെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ 2 ബെഡ്റൂം, ഹാള്, അതുപോലെ ലിവിംഗ് ഏരിയ, കിച്ചൺ ഉൾപ്പെടെയുള്ള വിപുലമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയാണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത്. ആദ്യം ഒരു നില എന്ന നിലയിലാണ് വീടുകൾ നിർമ്മിക്കുന്നത് എങ്കിലും പിന്നീട് 2-3 നിലകളിലേക്ക് അത് ഉയർത്താൻ കെൽപ്പുള്ള വിധത്തിൽ നല്ല ശക്തമായിട്ടുള്ള അടിത്തറയാണ് നിർമ്മിക്കുക. ആവശ്യമായ ഘട്ടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. വീടുകൾ മാത്രമല്ല, ഒരു വലിയൊരു ടൗൺഷിപ്പ് ആണ് ഇവിടെ നിർമ്മിക്കുന്നത്. ആശുപത്രിയുണ്ട്, അങ്കണവാടിയുണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റുണ്ട്, മറ്റ് സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം തന്നെ ഉൾപ്പെടുന്ന വിപുലമായിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ടൗൺഷിപ്പാണ് നിർമ്മിക്കുക. വലിയ ഒരു ആശങ്കയോട് കൂടിയാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒറ്റ രാവ് കൊണ്ട് അവരുടെ എല്ലാ സമ്പാദികളും ഉറ്റവരും ഉടവരുമെല്ലാം തന്നെ ഇല്ലാതായ ഒരു ഘട്ടം. വലിയ ആശങ്കയോടുകൂടെ കടന്നുപോയ അവരെ മലയാളക്കര ചേർത്ത് നിർത്തി സർക്കാരും അതുപോലെ തന്നെ മറ്റ് സുമനസ്സുള്ള എല്ലാവരും അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വന്തമായി ഒരു കിടപ്പാടം എന്നുള്ള വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കാണ് അവർ ഇന്ന് നടന്നെത്തുന്നത്. അതിനാണ് ഇന്ന് തുടക്കമാവുന്നത്. 750 കോടി രൂപ സർക്കാർ ബജറ്റിൽ തന്നെ വകയിരുത്തിയിരുന്നു. അതിൻ്റെ തുടർന്ന് മറ്റ് വിവിധ ഫണ്ടുകളും സർക്കാരിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് ഏറ്റവുമുണ്ട്. അങ്ങനെ വിപുലമായ രീതിയിലുള്ള സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് ആ വീടുകൾ നിർമ്മിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ, അതിൻ്റെ പരിപാടി, ഔദ്യോഗികമായിട്ടുള്ള അതിൻ്റെ പരിപാടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനും തന്നെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിക്കും. സ്മിത. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉരുളെടുത്ത മുണ്ടക്കൈയും ചൂരൽമലയും 20 കിലോമീറ്ററിനപ്പുറം കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുനർജനിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ട് ദുരന്തത്തെ അതിജീവിച്ചവർക്ക് കേരളത്തിന്റെ കൈത്താങ്ങാണ് ഇത്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുനരധിവാസ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം തറക്കല്ലിടും. കൂടുതൽ വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുകയാണ്. സുർജിത്തിലേക്ക് എത്താം. സമീർ സി മുഹമ്മദാണ് ഒരിക്കൽ കൂടി ചേരുന്നത്. സമീർ, ആദ്യഘട്ടത്തിൽ വലിയ പരാതി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ പദ്ധതി വൈകുന്നു എന്നതൊക്കെ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു. ഈ പരാതികൾക്കെല്ലാം ഒരു അറുതി കൂടി ആവുകയല്ലേ ഇത്തരത്തിൽ ആദ്യ പടിയിലേക്ക് സർക്കാർ കടക്കുമ്പോൾ? പ്രത്യേകിച്ച് ഈ തറക്കല്ലിടൽ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ തന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്കൊരു പുനർജന്മം കിട്ടുന്നതിന് തുല്യം തന്നെയല്ലേ സമീർ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ആ വിഷയത്തെ നമുക്ക് കാണേണ്ടത്. ആദ്യഘട്ടത്തിൽ കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടലൊന്നും സർക്കാരിൻ്റെയോ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സർക്കാർ ആ വിഷയങ്ങളെല്ലാം തന്നെ കാര്യഗൗരവത്തോടു കൂടെ പിന്നീട് പരിഗണിക്കുകയും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. വകുപ്പ് മന്ത്രി, റവന്യൂ മന്ത്രി ഇവിടെ ഏതാനും ദിവസങ്ങളൊക്കെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഈ 64 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടിയിലേക്ക് നീങ്ങുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തത്. ഒരു വേളയിൽ അതിൻ്റെ ഉടമകൾ ഹൈക്കോടതിയിൽ പോവുകയും അതിനുള്ള നടപടികളുമായിട്ട് ഏതാനും നാളുകൾ മറ്റേ ചില ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം തന്നെ പിന്നീട് സർക്കാരിന് മറികടക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഹൈക്കോടതിയുടെ അനുമതിയോട് കൂടിയാണ് ഈ 64 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നത്. അവിടെയാണ് 402 വീടുകൾ ഒരുങ്ങുന്നത്. അതിലെ ആദ്യ വീടിനാണ് ഇന്ന് തറക്കല്ലിടൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 254 പേരാണ് ഒറ്റ രാവ് കൊണ്ട് ഇല്ലാതായത്. മാത്രമല്ല 44 പേരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല.
അനേകം പേരുടെ വീടുകൾ മറ്റ് സ്വത്തുവകകളെല്ലാം തന്നെ നഷ്ടമായതാണ്. ജീവിക്കാൻ എന്തു ചെയ്യും എന്ന് മേലോട്ട് നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ അത്രമേൽ വളരെ ഏറെ ദുരിതത്തിലായിപ്പോയ നാളുകളാണ്. അവിടെ നിന്നാണ് അവരെ സാധാരണ ജീവിതത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർക്ക് സ്വന്തമായി ഒരു കിടപ്പാടം എന്നുള്ള ആ വലിയ സ്വപ്നം, ആ സ്വപ്നത്തിലേക്കാണ് നമ്മൾ നടന്നെടുക്കുന്നത്. മലയാളികൾ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളക്കരയ്ക്ക് വയനാടിന് കൈത്താങ്ങായിക്കൊണ്ട് നിരവധി പേരെത്തിയിരുന്നു. 24 എന്നുള്ള ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ നമ്മളും നടത്തിയിട്ടുള്ള ഇടപെടൽ ശ്ലാഘനീയമാണ്. നമ്മുടെ SKN സാറിൻ്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വയനാട്ടിൽ അതിനുവേണ്ടി മാത്രം ഒരു പ്രത്യേകമായിട്ടുള്ള ക്യാമ്പ് നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ ഉണ്ടാകുന്നു. വയനാട് ജനതയെ, മുണ്ടക്കയിലെയും അതുപോലെ തന്നെ ചൂരൽമലയിലെയും ജനങ്ങളെ, ദുരന്തബാധിതരെ ചേർത്ത് നിർത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. അതിലാണ് ഇപ്പോൾ സർക്കാർ 750 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുകയും ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. നിരവധി പേർ വീട് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സമ്മതപത്രം നൽകിയവരുണ്ട്. അങ്ങനെ അവരുടെ എല്ലാം കൂടി ചേർത്തുകൊണ്ടായിരിക്കും ഈ 402 വീടുകൾ പൂർത്തീകരിക്കുക. ഏതാനും ചില അപാകതകൾ കൂടി ഈ ദുരന്തബാധിതർ പങ്കുവെക്കുന്നുണ്ട്. ചിലർക്ക് വീടുകൾ പൂർണ്ണമായി നശിച്ചിട്ടില്ല എങ്കിലും അവിടെ വാസയോഗ്യമല്ലാതായ ചില ഭാഗങ്ങളുണ്ട്. അവിടങ്ങളിലുള്ളവരെ കൂടി ഇതിനകത്ത് പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം, ഈ പട്ടിക വിപുലീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം ദുരന്തബാധിതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം, ഇവിടെ ഒരു വീട് മാത്രമല്ല ഇവിടെ ഈ ടൗൺഷിപ്പിൽ നിർമ്മിച്ച് നൽകുന്നത്. അങ്കണവാടിയുണ്ട്, അതുപോലെ തന്നെ ആശുപത്രി സംവിധാനമുണ്ടാകും, മാത്രമല്ല മാർക്കറ്റുണ്ട്, മറ്റ് തൊഴിൽ സംവിധാനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുന്ന വിപുലമായിട്ടുള്ള സംവിധാനത്തോടു കൂടിയാണ് ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുക. മറ്റ് പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ ബന്ധപ്പെട്ട വകുപ്പിനെ, റവന്യൂ വകുപ്പിനെ, ജില്ലാ ഭരണകൂടത്തെ സമീപിക്കാം. അതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക എന്ന കാര്യമാണ് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നത്. ഏതായാലും അതിൻ്റെ ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ മന്ത്രിമാരുള്ള കെ രാജൻ, മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ വയനാട് MP പ്രിയങ്ക ഗാന്ധിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, അതുപോലെ തന്നെ കോഴിക്കോട് വയനാട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരും എത്തിയിട്ടുണ്ട്. ദുരന്ത ബാധിതരും ഇതിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടിക്കൊണ്ട് അവരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം അവരുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നുള്ള ആ വലിയ സന്തോഷത്തിലാണ് അവർ ഓരോരുത്തരും ഉള്ളത്. അവരിപ്പോൾ കഴിയുന്നത് തോട്ടം തൊഴിലാളികൾ കഴിയുന്ന ലയങ്ങളിലാണ്. അതുപോലെ തന്നെ പലരും ബന്ധുവീടുകളിലാണ്, മറ്റു പലരും കഴിയുന്നത് വാടക വീടുകളിലാണ്. വലിയ ഒരു പ്രതിസന്ധി അവരെ സംബന്ധിച്ചുകൊണ്ട് അത്തരം ഒരു പ്രയാസങ്ങളിൽ നിന്ന് അവരൊരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. അവരെ നമുക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷ, ആ ഒരു പ്രതീക്ഷ അവർക്ക് നൽകുന്നു. ഒപ്പം തന്നെ അവരെ ചേർത്ത് നിർത്തുന്നു. അതുതന്നെയാണ് ഈ വീട് ഒരുങ്ങുന്നതിലൂടെ ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. മലയാളക്കര ഒന്നാകെ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, മുണ്ടക്കൈയിലെയും അതുപോലെ തന്നെ ചൂരൽമലയിലെയും ദുരന്തബാധിതർക്ക് വേണ്ടി ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സ്മിത, പ്രവിത.